മുന്നണി സ്ഥാനാർത്ഥിയായി നേമം മണ്ഡലത്തിൽ നിന്ന് മത്സരിക്കുന്ന വി ശിവൻകുട്ടിയുടെ മണ്ഡലം കൺവെൻഷനാണ് ഈ അൽസാജ് കൺവെൻഷൻ സെൻറ്ററിൽ വെച്ച് ഇന്ന് നടക്കുന്നത്. വൻപിച്ച ഒരു ജനക്കൂട്ടത്തെ അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ കൺവെൻഷൻ പാർട്ടിയുടെ മുൻ പോളിറ്റ് ബ്യൂറോ അംഗം എസ് രാമേന്ദ്രൻ പിള്ളയാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. വൻപിച്ച ഈ ജനക്കൂട്ടത്തെ അഭിവാദ്യം ചെയ്തുകൊണ്ട് കാലിക പ്രസക്തിയുള്ള വിഷയങ്ങളെ സംബന്ധിച്ച് സംസാരിച്ചുകൊണ്ട് വിവിധ നേതാക്കൾ ഈ കൺവെൻഷനെ അഭിവാദ്യം ചെയ്ത് സംസാരിക്കാൻ ഇവിടെ എത്തിയിട്ടുണ്ട്. അങ്ങനെ കഴിഞ്ഞ നാളുകളിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കഴിഞ്ഞ 9 കൊല്ലം കഴിഞ്ഞത് 10ാം വർഷത്തിലേക്ക് അടുത്ത തെരഞ്ഞെടുപ്പിന് നേരിടുന്ന ഈ വേളയിൽ സമസ്ത മേഖലയിലും ജനങ്ങൾക്ക് ഗുണകരമായ സാഹചര്യം തീർത്തുകൊണ്ടുള്ള ഒരു വലിയ ഇടപെടൽ നടത്തിക്കൊണ്ട് ഇന്ന് വരെ കണ്ടിട്ടില്ലാത്തൊരു വികസന പ്രവർത്തനങ്ങൾ ഈ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നടപ്പിലാക്കിക്കൊണ്ട് അതേപോലെ തന്നെ നാട്ടുകാരുടെ ക്ഷേമ പ്രവർത്തനങ്ങൾ സാധാരണക്കാരനെ സംബന്ധിച്ച് ഈ സർക്കാർ എന്ന് പറയുന്നത് അവരുടെ ജീവിതത്തിലെ ഏറ്റവും ഒരു വഴിത്തിരിവായി മാറിയ ഒരു ഘട്ടമാണ്. കാരണം ഇന്നലെ വരെ കിട്ടാത്ത ആനുകൂല്യങ്ങൾ തൻ്റെ സ്വന്തം ജീവിതത്തിൽ വളരെ ഗുണകരമായ സാഹചര്യത്തിലേക്ക് അത് വരുന്ന തരത്തിലേക്കാണ് അവർക്ക് ക്ഷേമ പെൻഷൻ ആനുകൂല്യം അടക്കം വീടില്ലാത്തവരെ സംബന്ധിച്ച് ലൈഫ് ഭവന പദ്ധതിയിലൂടെ 5 ലക്ഷം വീട് പൂർത്തിയാക്കുകയും ബാക്കി വീടിൻ്റെ പണി നടക്കുകയും ചെയ്യുന്നൊരു ഘട്ടമാണ്. അവരെ സംബന്ധിച്ച് എല്ലാ വീട്ടിലും ഇന്നലെ വരെ ഇല്ലാത്ത പവർ കട്ടില്ലാത്തൊരു നാടായി നമ്മൾ മാറി. അങ്ങനെ ചുരുക്കം നാളുകൾ കൊണ്ട് തന്നെ ശ്രദ്ധിക്കപ്പെടുന്ന തലത്തിലേക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മാറുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ വീണ്ടും ജനങ്ങളുടെ ഒരു ആദരവ് പിടിച്ചു പറ്റിക്കൊണ്ട് ഈ നേമം മണ്ഡലത്തിൽ വൻപിച്ച ഭൂരിപക്ഷത്തിൽ വിജയിക്കുന്നതിന് വേണ്ടിയാണ് വി ശിവൻകുട്ടി നിലവിലെ വിദ്യാഭ്യാസ തൊഴിൽ വകുപ്പ് മന്ത്രി ഇവിടെ മത്സരിക്കുന്നത്. ഈ നാട്ടിലെ ജനങ്ങളെല്ലാവരും വളരെ വിനയത്തോടെ അദ്ദേഹം നമ്മളോട് ആവശ്യപ്പെടുന്ന ഈ പ്രദേശത്തെ നമ്മുടെ സമ്മതിദാനാവകാശം ഈ വരാൻ പോകുന്ന നാളുകളിൽ കേരളത്തിലെ വലിയ വികസന കുതിപ്പിലേക്ക് മാറ്റുന്നതിന് ഇടതുപക്ഷ ജനാധിപത്യങ്ങളുടെ ഭരണം വരുന്നതിന് വി ശിവൻകുട്ടി അരിവാൾ ചുറ്റിയ നക്ഷത്ര അടയാളത്തിൽ വൻപിച്ച ഭൂരിപക്ഷം വോട്ട് ചെയ്ത് വിജയിപ്പിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്.
ഇരിക്കണം. കാരണം ഹോളിൽ കൊള്ളുന്നതിന് ഇരട്ടി ആൾ വന്നിട്ടുള്ളതുകൊണ്ട് ആദ്യം ഹാളിൽ കിടന്നവരെല്ലാം അങ്ങനെ മുഴുവൻ കസേരയിലായിട്ട് ഇരിക്കാൻ അഭ്യർത്ഥിക്കുകയാണ്. കൊണ്ടുപോകണമെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളൊപ്പമുണ്ട്. വീണ്ടും സഹാവിശ്വൻകുട്ടിയെ ഞങ്ങൾ വലിയ ഭൂരിപക്ഷത്തിൽ ഞങ്ങൾ ഈ നിയമമണ്ഡലത്തിൽ തിരഞ്ഞെടുക്കുമെന്ന് ഉറപ്പിച്ച് പറയാൻ എത്തിയിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രിയപ്പെട്ടവരെ, പ്രിയപ്പെട്ട നാട്ടുകാരെ എല്ലാവരെയും ഹൃദയത്തോട് ചേർത്ത് സ്വാഗതം പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ വായി നിർത്തുന്നു. അഭിവാദ്യം. ഈ മത തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഔപചാരികമായി പ്രിയപ്പെട്ട സഖാക്കളെ, നമ്മളുടെ നേമം നിയോജക മണ്ഡലത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയാണ് സഖാവ് വി ശിവൻകുട്ടി. അതിസമർത്ഥനായ രാഷ്ട്രീയ പ്രവർത്തകനാണ്. ജനസമ്മതനായ ജനനേതാവാണ്. അതുപോലെ അതിസമർത്ഥനായ ഭരണകർത്താവുമാണ്. ഈ തെരഞ്ഞെടുപ്പിൽ വലിയ ഭൂരിപക്ഷം നേടി അദ്ദേഹം വിജയം കൈവരിക്കണം. അതിനാവശ്യമായ പ്രചരണ പ്രവർത്തനങ്ങളും സംഘടനാ പ്രവർത്തനങ്ങളും നടത്തുന്നതിനാണ് നമ്മളെല്ലാം ഇവിടെ ഒരുമിച്ച് ചേർന്നിരിക്കുന്നത്. ഈ വളരെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ സംഘടനാ പ്രശ്നത്തിൽ പങ്കെടുക്കാൻ ഒത്തുചേരുന്ന എല്ലാവരെയും ഞാൻ ആദ്യമായി അഭിവാദ്യം ചെയ്യുകയാണ്. കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നിയമസഭാ തെരഞ്ഞെടുപ്പ് കേരളത്തിൽ നടക്കുന്നത്. കേരളത്തിൻ്റെ രാഷ്ട്രീയവും സാമൂഹ്യവും സാമ്പത്തികവും സാംസ്കാരികവുമായ ഭാവിയെ നിശ്ചയിക്കുന്ന തെരഞ്ഞെടുപ്പാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം നേടിയാൽ തീർച്ചയായും കേരളത്തെ സമർത്ഥമായി പുരോഗതിയിലേക്ക് നയിക്കാനാവുന്നതാണ്. സാധാരണക്കാരുടെ ജനങ്ങളുടെ ജീവിത നിലവാരത്തെ സമൃദ്ധിയുടെ നിലവാരത്തിലേക്ക് അതിവേഗം എത്തിക്കാനാവും. UDFൻ്റെയും LDFൻ്റെയും സ്ഥാനാർത്ഥികൾ ഒരു കാരണവശാലും വിജയിക്കാൻ ഇടവന്നുകൂടാ. അവരുടെ ശക്തിപ്പെടൽ കേരളത്തെ തകർച്ചയിലേക്ക് നയിക്കും, കേരളത്തെ പ്രയാസങ്ങൾ സൃഷ്ടിക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ തെരഞ്ഞെടുപ്പിൽ വലിയ ഭൂരിപക്ഷത്തോടെ വിജയിക്കണം. അത് കേരളത്തിൻ്റെ അതിവേഗത്തിലുള്ള പുരോഗതിയെയും വളർച്ചയെയും സഹായിക്കുന്നതാണ്. കേരളത്തിൻ്റെ സമഗ്രമായ വികാസത്തിന് തുടക്കം കുറിച്ചത് തന്നെ 1957 കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭരണകാലം മുതലാണ്. എല്ലാ മേഖലകളെയും ശാസ്ത്രീയമായി വിലയിരുത്തി സാമ്പത്തിക, സാമൂഹ്യ, രാഷ്ട്രീയ, സാംസ്കാരിക പുരോഗതിക്ക് ഉപകരിക്കുന്ന പദ്ധതികൾ 1957 ശേഷം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭരണത്തിലെത്തിയ കാലത്ത് കേരളത്തിൽ നടപ്പാക്കാൻ പരിശ്രമിച്ചു. ഇന്നിപ്പോൾ 2016 വരെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് കേരളത്തിൽ ഭരണത്തിലിരിക്കുന്നത്. ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭരണം സമഗ്രമായ പുരോഗതിക്ക് ആവശ്യമായ നടപടികൾ കേരളത്തിൽ സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഭരണത്തിന് തുടർച്ച ലഭിക്കാൻ കഴിയണം.
കഴിഞ്ഞ കാലത്ത് നടത്തിയ പ്രവർത്തനങ്ങളാകെ ആ നിലയിൽ കേരളത്തിൻ്റെ സമഗ്രമായ പുരോഗതിയെ സഹായിച്ചതാണ്. എല്ലാ വിശദാംശങ്ങളിലേക്കും ഞാൻ കടക്കുന്നില്ല. ചില പ്രധാന 2016 മുതൽ ഈ 2026 വരെ കേരളത്തിൽ ഭരണത്തിലിരുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നടപ്പിലാക്കിയ ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രം ശ്രദ്ധയിൽപ്പെടുത്താനാണ് ഞാൻ ശ്രമിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നടപടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണത്തിൽ നിന്നുണ്ടായത് സാമൂഹ്യക്ഷേമ പെൻഷൻ നൽകാൻ എടുത്ത നടപടിയാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് സാമൂഹ്യ പെൻഷൻ 2016 മുതൽ വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചു. അത് 2016 മുതൽ അത് ഇന്നിപ്പോൾ 2,00,000 രൂപയായി വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. സാമൂഹ്യ പെൻഷൻ ആരംഭിച്ചത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണകാലത്തായിരുന്നു. 1980. EK നയനാരാണ് അന്ന് കേരളത്തിലെ മുഖ്യമന്ത്രി. 45 രൂപ മാത്രമാണ് അന്ന് പെൻഷനായി തീരുമാനിച്ചത്. പിന്നീട് 1987-94 കാലത്ത് നയനാർ ഭരണം വീണ്ടും എത്തി. അത് 60 രൂപയായി വർദ്ധിപ്പിക്കാൻ നടപടികളെടുത്തു. 2001 നയനാർ ഗവൺമെൻറ് വീണ്ടും ഭരണത്തിലെത്തി. വീണ്ടും ഈ സാമൂഹ്യ പെൻഷൻ വർദ്ധിപ്പിക്കാൻ ആ ഗവൺമെൻറ് തീരുമാനമെടുത്തു. 120 രൂപയായി വർദ്ധിപ്പിച്ചു. 2001-06 കാലത്ത് AK ആൻ്റണിയുടെയും അതുപോലെ മാസക്കാലത്തെ കുടിശ്ശികയാണ് സാമൂഹ്യ പെൻഷൻ്റെ കാര്യത്തിൽ അവർ വരുത്തിയത്. 2006 വീണ്ടും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭരണം കേരളത്തിലെത്തി. VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായി. അദ്ദേഹം കഴിഞ്ഞ കാലത്ത് 28 മാസക്കാലത്തെ കുടിശ്ശിക കൊടുത്തു തീർക്കാൻ നടപടികളെടുത്തു. അതുമാത്രമല്ല, 120 രൂപയിൽ നിന്ന് സാമൂഹ്യ പെൻഷൻ. അതിനുശേഷം 2011 മുതൽ 2016 വരെ ഉമ്മൻചാണ്ടിയുടെ ഗവൺമെൻറ് ഭരണത്തിലെത്തി. അവർ വീണ്ടും പെൻഷൻ കൊടുക്കാൻ തയ്യാറായില്ല. 11 മാസക്കാലത്തെ കുടിശ്ശികയാണ് ഉമ്മൻചാണ്ടിയുടെ ഗവൺമെൻറ് കേരളത്തിൽ വരുത്തിയത്. 2016 പിണറായി വിജയൻ മുഖ്യമന്ത്രിയായ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭരണം കേരളത്തിൽ എത്തുന്നത്. അന്ന് അതുവരെയുള്ള എല്ലാ കുടിശ്ശികയും കൊടുത്തു തീർക്കുക. അവിവാഹിത വനിതാ പെൻഷൻ പദ്ധതി, അതുപോലെ വിവിധ ക്ഷേമ, അത് 2022 ജനുവരി വരെ ഗവൺമെന്റ് നടത്തിയ പരിശോധനയുടെ അടിസ്ഥാനത്തിൽ കേരളത്തിൽ 64,006 കുടുംബങ്ങൾ അതിദാരിദ്ര്യം അനുഭവിക്കുന്നവരായി കണ്ടെത്തി. ഈ അതിദാരിദ്ര്യം അനുഭവിക്കുന്നതിനാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് പുതിയ രാജ്യങ്ങൾക്ക് എടുത്ത നല്ല നടപടികളുടെ അടിസ്ഥാനത്തിൽ വലിയ പുരോഗതിയിലേക്കാൻ കഴിയും. ഈ നവജാത ശിശുക്കളുടെ വളർച്ചയുടെ കേരളത്തിൻ്റെ 4,000 അമേരിക്കയെക്കാൾ വർദ്ധിപ്പിക്കുകയാണ്. കേരളത്തിലെ നവജാത ശിശുക്കളുടേതായിട്ടുള്ള വളർച്ചയുടെ അമേരിക്കയെക്കാൾ ഈ രംഗത്ത് ഈ ഗവൺമെന്റ് എടുത്ത നടപടികളുടെ അടിസ്ഥാനത്തിൽ നേട്ടങ്ങൾ നേടാനായി എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതുപോലെ ഇന്നിപ്പോ സൗജന്യ ചികിത്സ വലിയ ഭാഗത്ത് വിദ്യാഭ്യാസ മേഖലയിൽ സ്കൂളുകളുടെ എണ്ണം, വിദ്യാർത്ഥികളുടെ എണ്ണം, സാമൂഹ്യ ഘടന എന്നിവയെ അടിസ്ഥാനമാക്കി വലിയ വിശിഷ്ടമാണ് കേരളത്തിന് വിദ്യാഭ്യാസ രംഗത്ത് നേടാൻ കഴിഞ്ഞത്. പൊതുവിദ്യാലയങ്ങളിലെ വിദ്യാർത്ഥികളുടെ വെളിപോക്ക് വലിയ നിലയിൽ കുറയ്ക്കാൻ ഇടതുപക്ഷ ജനാധിപത്യ ഗവൺമെന്റ് എടുത്തുകൊണ്ടിരിക്കുന്ന നടപടികളുടെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞു. 2013-14 കാലത്ത് UDF ഭരണകാലത്ത് 10 കാലത്തെ ഭരണരംഗത്തെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ചിടത്തോളം പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയും.
2016-17 മുതൽ 2023-24 വരെയുള്ള കാലയളവിൽ മൊത്ത ഉത്പാദനം, വ്യവസായ രംഗത്തെ ഉത്പാദനം ഇരട്ടിയായി വർദ്ധിച്ചിരിക്കുകയാണ്. ഗവൺമെന്റിന്റെ പരിശ്രമത്തിന്റെ ഫലമായി കേരളത്തിൽ നേടാൻ കഴിയുന്നത്. അതുമാത്രമല്ല, കേരളത്തിൽ 6 ലക്ഷത്തോളം വീടുകൾ ലൈഫ് പദ്ധതിയുടെ ഭാഗമായി വീടുകാരെ ആളുകളെ സംബന്ധിച്ചിടത്തോളം രക്ഷിക്കാൻ നടപടികളെടുക്കാൻ കഴിയും. 4 ലക്ഷത്തോളം ഭൂമുടമകൾക്ക് പട്ടയം നൽകാൻ ആവശ്യമായ നടപടികൾ. ആ നിലയിൽ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ബാധിക്കുന്ന വിഷയങ്ങൾ പടിപടിയായി നടപടിയെടുക്കുന്ന സമയത്താണ് സ്വീകരിച്ചു. അതുമാത്രമല്ല, പൊതുവായ വികസനത്തിനാവശ്യമായ നടപടികളും കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ദീർഘകാല സർക്കാരാണ്. അത് തുടങ്ങാൻ നയിക്കുന്നത് UDF ഭരണാനുഭവങ്ങൾ അതാണ് നയിക്കുന്നത്. BJP കേരളത്തിന്റെ വികാസത്തെ മാത്രമല്ല, കേരളത്തിലെ സൗഹൃദമായ സമാധാന ജീവിതത്തെയും ഭരണവും എത്തുന്നതാണ് കേരളത്തിലെ സമഗ്രമായ വിഭവത്തിന്റെ സഹായകർ. ഇന്ത്യയിലെ മറ്റു പ്രദേശങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ജനാധിപത്യ മതനിരപേക്ഷ ഇന്ന് വരെ നമ്മൾ കേരളത്തിലെ ആകെയുള്ള പുരോഗതിയെ സംബന്ധിച്ചിടത്തോളം കണ്ടാൽ ഈ വലിയ പുരോഗതി എങ്ങനെയാണെങ്കിൽ മുന്നോട്ട് നീങ്ങണമെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യത്തിന് വലിയ വിജയം നിയമവിയോജനങ്ങൾ അതിസമർത്ഥരായ രാഷ്ട്രീയ പ്രവർത്തകരായ ജനസമ്മതരായ രാഷ്ട്രീയ പ്രവർത്തകരായ വലിയ ഭൂരിപക്ഷത്തോടെ വിജയിക്കണം. അതായത് വലിയ ഭൂരിപക്ഷത്തോടെ വിജയിക്കുന്നതിന് ആവശ്യമായ രാഷ്ട്രീയ പ്രവർത്തകർ, സംഘടനാ പ്രവർത്തകർ എന്നിവയെ സംബന്ധിച്ച് നമുക്ക് തീരുമാനിക്കാൻ കഴിയണം. ആ തീരുമാനത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി എത്തിച്ചേർന്ന എല്ലാവരെയും ഞാൻ അഭിനന്ദിക്കുന്നു. ഞാൻ പ്രസംഗിക്കുന്നു. സമ്മേളനത്തിന്റെ ഉദ്ഘാടനം നടത്തിയതായി ഞാൻ പ്രഖ്യാപിക്കുകയാണ്. ഏറ്റവും നല്ല നേതാവ് വിജയകുമാർ, ബാബു രാധാകൃഷ്ണൻ, ജില്ലയിലെ സതീഷ് കുമാർ, രാധാകൃഷ്ണൻ, സഹായദാസ്, മലയാളി ചന്ദ്രൻ തുടങ്ങിയ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വേദിയിലുള്ള നേതാക്കന്മാരെ, ഏറ്റവും പ്രിയപ്പെട്ട സ്നേഹസമ്പന്നരായിട്ടുള്ള ഈ സംഘടനയിൽ പ്രവർത്തിക്കുന്ന സഖാക്കളെ, സുഹൃത്തുക്കളെ, വികസനത്തിന്റെ ഒരു പുതു യുഗത്തിലേക്ക് ചുവടുവെച്ച നമ്മുടെ നിയമമാണ് ഇന്ന് നമ്മുടെ ഭാവിയെ പ്രാതിനിധ്യം 75,30,30 ലക്ഷം രൂപയുടെ വികസനമാണ് ഉണ്ടാക്കിയത്. അതായത് നമ്മുടെ നിയമമണ്ഡലത്തിൽ 6 സ്കൂളാണ്. നമ്മൾ ആലോചിച്ചോളാം, ആ 23 സ്കൂളിൽ 19 സ്കൂളിൽ പുതിയ കെട്ടിടം നിർമ്മിക്കുന്നതിന് വേണ്ടി കഴിയുന്നത് ഈ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമാണ്. ഒരു കോടി രൂപ മുതൽ 13 കോടി രൂപ വരെ ഒരു സ്കൂളിൽ ലഭിച്ചിട്ടുണ്ട്. പാവപ്പെട്ടവർ താമസിച്ച് പഠിക്കുന്ന 1500 വിദ്യാർത്ഥികളുള്ള വാഴപ്പുഴ ഹൈസ്കൂളിൽ 13 കോടി രൂപയാണ്
അനുവദിക്കപ്പെട്ടത് ഒന്നാമത് എഴുതുന്ന കാര്യം കൂടി അഭിമാനത്തോടുകൂടി പുതിയ IT വന്നതാണ്. ഓരോ 25 വർഷമൊക്കെ കാത്തിരുന്നാൽ മാത്രമാണ് ഒരു IT കിട്ടുന്നത്. ഇത് 5 വർഷക്കാലം കൊണ്ട് നേരത്തെ പുതിയ IT അതായത് എട്ട് പാലമാണ് 8 പാലം. അതിൽ മുടവകൾ മുതൽ സസ്യങ്ങളുള്ള ഒരു പാലം 5 വർഷക്കാലം 15 വർഷക്കാലം 5 വർഷക്കാലം വേഗമായിരുന്നു. 10 വർഷക്കാലം ഈ കാലഘട്ടത്തിൽ തന്നെ ഒരു പരാതിയും കേരളത്തിലാതെ പാവപ്പെട്ടവരെ സാധാരണക്കാരെ അവകാശ സമരങ്ങളിൽ അവരുടെ അവകാശം സംരക്ഷിക്കുന്നതിന് വേണ്ടി അധികാരം എങ്ങനെ ഉപയോഗിക്കണമെന്ന് തെളിയിച്ചു കൊടുക്കുന്നതിലേക്ക് കഴിയുന്നുള്ളൂ എന്ന കാര്യം ഞാൻ ഒരിക്കൽ കൂടി തീരുമാനത്തിൽ ഇവിടെ ചില നിയമം വിജയിപ്പിക്കപ്പെട്ടതാണ്. ഒരു പ്രാവശ്യം മാത്രമാണ് വിജയിപ്പിച്ചിട്ടുള്ളത്. ബാക്കി പ്രാവശ്യമെല്ലാം എഴുതിയിട്ടുള്ളത്. ഏറ്റവും BJP രാജ്യസഭ അസംബ്ലി പ്രവർത്തകർ ഇതേപോലെ വലിയ മഹാസംഘടന കേരളത്തിലെ പോകുന്നതിന് വേണ്ടി എനിക്ക് കഴിയുന്നില്ല പറഞ്ഞത് ഈ സമുദ്രമോട് നമ്മുടെ നാട്ടിൽ നമ്മുടെ ന്യായ രീതി നടത്തുന്നതിന് വേണ്ടി സ്ത്രീകൾ ഒരു അഭിപ്രായങ്ങളോടെ അധികാരം വരുന്നത് അത്യാവശ്യം. അതിനെ പിണറായി ഗവൺമെന്റ് പിന്തുണ കൊടുക്കുന്നതിന് വേണ്ടി എന്റെ തെരഞ്ഞെടുപ്പിനുമായിട്ടുള്ള അനിവാര്യത്തിൽ വോട്ടുരേഖപ്പെടുത്തി എന്നെ വിജയിപ്പിക്കണമെന്ന് ഞാൻ കാലങ്ങളായി അഭ്യർത്ഥിക്കുന്നു. ഈ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുന്നത് കേന്ദ്രീകരിക്കുന്ന വികസനത്തിന്റെ രാഷ്ട്രീയത്തെ സംബന്ധിച്ച് വളരെ നന്നായി SRP വളരെ അഭിമാനത്തോടുകൂടിയാണ് അധികാരത്തിലിരുന്ന ഗവൺമെന്റ് നടപ്പിലാക്കിയ വികസന ക്ഷേമ പ്രവർത്തനങ്ങളാണ് ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങളുടെ മുന്നിൽ ചർച്ചയ്ക്കായി കേരളം ഇന്ന് രാജ്യത്തിന് മാതൃകയാണ്. വികസന ക്ഷേമ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുന്ന കാര്യത്തിൽ കേരളത്തിന് സമാനമായി മറ്റൊരു സംസ്ഥാനവും ഇന്ന് രാജ്യത്തില്ല. മന്ത്രിയായിട്ടാണ് നമ്മുടെ സ്ഥാനം. ഏറ്റവും തിരക്കമാർന്ന പ്രവർത്തനം നടത്തിയ മന്ത്രിയാണ് ഇവിടെ നിരവധിയാണ് നടന്ന പ്രവർത്തനത്തിന്റെ ഫലമായി നൂറുകണക്കിന് കുട്ടികളാണ് സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്ന് TC
നടത്തിയത് നമ്മുടെ മന്ത്രിയുടെ നേതൃത്വം. അതുപോലെ തന്നെ സംബന്ധിച്ച് വിമർശിക്കാൻ തയ്യാറാകാത്ത തൊഴിൽ മേഖലയിൽ ഇതുപോലെ സമാധാനം ഉണ്ടായിരുന്നാൽ കേരളം എവിടെയെങ്കിലും തൊഴിൽ പ്രശ്നങ്ങളുണ്ടോ ഓരോ അനാവശ്യമായി കടന്നാക്രമണങ്ങൾ പ്രതിരോധിക്കാൻ മുൻപന്തിയിൽ നിൽക്കാൻ ഒരു വഴിയും അതിശക്തമായ പോരാളിയാണ് ബ്യൂറോ ക്രൈം റെക്കോർഡ് ബ്യൂറോ ക്രമസമാധാന മാർഗത്തിൽ അവകാശപ്പെടുന്നതല്ല. ക്രൈം റെക്കോർഡ് ബ്യൂറോ പറയുകയാണ് ഇതാണ് ഈ LDF ഗവൺമെന്റിന്റെ ഏറ്റവും വലിയ നേട്ടം. അതിൽ മുഖ്യ പങ്ക് വഹിച്ചു കഴിഞ്ഞ ഈ നിയമ മണ്ഡലത്തിൽ പ്രശ്നങ്ങളെ കാണുന്ന എല്ലാ മനുഷ്യർക്കും തലയെടുപ്പോടുകൂടി ഈ നിയമത്തെ മതേതരത്വം വിജയിക്കണം, മതനിരപേക്ഷത വിജയിപ്പിക്കണം. എല്ലാ മനുഷ്യരെയും ചേർത്ത് പിടിക്കുന്ന ഒരാൾ ഈ നിയമത്തെ വേണം എന്നാഗ്രഹിക്കുന്നു എങ്കിൽ നിയമത്തെ ജനങ്ങൾ സഖാവ് വി ശിവൻകുട്ടിയെ വൻപിച്ച ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിച്ചുകൊണ്ട് വേണം ശിവൻകുട്ടിയുടെ സ്ഥാനാർത്ഥിത്വത്തിലൂടെ വിജയിപ്പിക്കുന്നതിന്